ഹലോ ഫാമി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ കൊളീഗ്സും കൂടി സ്കൂളിൽ നിന്ന് ഇടുക്കിയിലേക്ക് ട്രിപ്പ് പോയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇടുക്കിയിൽ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവച്ചത് കേട്ടോ. അപ്പോൾ നല്ല വെളുപ്പിന് തന്നെയാണ് അവിടെ എത്തിയത്. അപ്പോൾ ഒരുപാട് കുന്നുമലയൊക്കെ കയറി അറ്റ് ലാസ്റ്റ് ഈ ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയത്. ഇവിടെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഇഷ്ടത്താണ് ഞങ്ങൾ എത്തിയത്. ഇവിടെ എത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സൺറൈസ് കണ്ടു തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത്, വെളിച്ചം വന്നു തുടങ്ങിയത്. അപ്പോൾ നല്ല സൂപ്പർ സൺറൈസോട് കൂടിയാണ് ഞങ്ങളുടെ ഇടുക്കിയിലെ യാത്ര ആരംഭിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വെളുപ്പിന് കണ്ടപ്പോൾ ആ ഒരു ഈ വഴിയിലൂടെയാണ് പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. വെളിച്ചമൊക്കെ വന്നേ പിന്നെയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതൊരു ഹോട്ടലിൽ നിന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എൻ്റെ കൊളീഗ്സാണ് ഈ കൂടെ ഇരിക്കുന്നത് എല്ലാതും. അപ്പോൾ ഞാൻ ടീച്ചറാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഞങ്ങളുടെ അടിപൊളി സൂപ്പർ ട്രിപ്പായിരുന്നു. അപ്പോൾ നന്നായി അടിച്ചു പൊളിച്ചാണ്, ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു സൂപ്പർ ട്രക്കിങ്ങിനാണ് പോയത്. അപ്പോൾ ആ വീഡിയോ കാണാം. ട്രെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊണ്ട് നിർത്തിയത് ആമപ്പാറയിലേക്കാണ്. അപ്പോൾ ട്രെക്കിംഗ് അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആമപ്പാറ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമായി ആ ഒരു സ്പോട്ട് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു സ്പോട്ട് കിടിലനായിരുന്നു കേട്ടോ. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു എല്ലാവരും. അപ്പോൾ എല്ലായിടത്തും ഓരോരോ വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ ഇടുക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാവരും പോയി തിരിച്ചു വരുന്നവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ ഒരു ഫ്രീക്ക് നിൽക്കുന്നുണ്ട്. വേറെ പുതിയ വഴി കണ്ടുപിടിച്ച അപ്പൊ അമ്മയുടെ തോട് പോലെ ഒരുപാട് പാറകൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കണം മാമപ്പാറ എന്ന് പേര് വീണത്. അപ്പൊ കിഡിലൻ സ്പോട്ടാണ്. അപ്പൊ ഇതിപ്പോ പോകുന്നത് ഒരു ഗുഹയിലോട്ടാണ്. അപ്പൊ എന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വേറെ ടീച്ചേഴ്സ് ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പെട്ടുപോയി. അപ്പൊ അവരങ്ങോട്ട് നീങ്ങാത്തത് കാരണം എന്റെ കൂടെയുള്ള കൊളീഗ്സിന്റെ അടുത്തേക്ക് എത്താനായിട്ട് എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാൻ നന്നായിട്ട് സ്റ്റക്കായി പോയിട്ടോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. നല്ല ഇറങ്ങിക്കോ. ലക്ഷ്മി അതിന്റെ മുകളിൽ ചവിട്ട്.
ഞാൻ ഇറങ്ങി വീഡിയോ തിരിച്ചെടുത്ത ശീലമില്ല. ഇവിടുന്ന് അങ്ങോട്ടേ കുറച്ച് ടൈറ്റാണ്. ഇങ്ങോട്ട് വരണ്ട, ഇവിടുന്ന് നേരെ പോവാം. You can go. പുനർജനി നീ കേട്ടിട്ട് ആരിഫടപ്പുറത്താരാ ശ്യാമില്ല പോരട്ടെ ശരീരം പോകുന്ന ബാക്കിയൊക്കെ നീ ആരാ നമ്മുടെ അറിയിലുണ്ടോ ബാക്കില് ആ ഫോൺ വാങ്ങി ഇവിടം വരെ ഫോൺ കൊടുന്ന ആളാരാ ഇങ്ങനൊന്നുമല്ലടേ അതില്ല ഇത് പൊക്കി പിടിക്കണ വീടില്ലല്ലേ നീ എന്താരെങ്കിലും മാറിയിരിക്കും പോരെ പാർക്ക് വരുന്നാ നോക്കട്ടെ പോരെ കൊഴപ്പില്ല പോരെ അവിടെ എല്ലാം വേണം അത് പൊക്കി വെക്കണം. അപ്പൊ
അപ്പോൾ ഞാൻ സ്ലിം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്കത് വളരെ ഉപകാരപ്പെടാറുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തു വരാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സുഖമായിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ പാറയുടെ ഉള്ളിൽ കൂടിയൊക്കെ പോകാൻ പറ്റാത്തവർക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. അപ്പോൾ കിഡിലൻ സ്പോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാത്തവർക്ക് ഇവിടെ വന്നുകൊണ്ട് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അൽബാബിയൻസ് ചുറുചുറുക്കൂടെ നടത്തുകയാണ് ഗായ്സ്. ഇത് ഞങ്ങളുടെ സീനിയർ ടീച്ചേഴ്സ് ആണ്. യോയോ ഇവരാണ് ഏറ്റവും യോയോസ് കേട്ടാ. ആമപ്പാറയിൽ നിന്ന് ഞങ്ങൾ പോയത് വീണ്ടും മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു വ്യൂ പോയിന്റ്. ഇതും ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഫോട്ടോസ് എടുക്കാം, ജസ്റ്റ് വീഡിയോസ് ഒക്കെ എടുക്കാം. ഫ്രണ്ടില് ഞങ്ങൾ ന്യൂജൻ ടീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും ന്യൂജൻ ടീച്ചറാണ് കേട്ടോ ഷൈസ് മിസ്. പറയൂ യോ യോ അയ്യോ. ഇത് ഞങ്ങളുടെ ആളെന്നോൾ ബെറ്റി ടീച്ചർ. ഞങ്ങൾ കാടുകളൊക്കെ താണ്ടി പോവുകയാണ് ഗൈസ്. ഫുൾ ബൈ ബോർഡ് സെൽഫി ടീംസ് ആണ് കേട്ടോ. ഫുൾ ടൈം സെൽഫി. അയ്യോ ഞാൻ ഇപ്പൊ തന്നെ അവിടെ കൊണ്ടിടിച്ചത്. ഞങ്ങളെ കുറച്ച് ബാക്കി KG ടീച്ചേഴ്സ് ഫ്രണ്ടിലുണ്ട് കേട്ടോ, കാണില്ലാരും. അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ താഴെ വീഴും. അത്രയും നല്ലൊരു പൊക്കമുള്ളൊരു വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പകുതിക്ക് എത്തിയപ്പോൾ നടക്കുന്ന വഴിയിൽ നല്ല അടിപൊളി റീൽസ് ഒക്കെ എടുത്തിട്ടാണ് ജീപ്പിലോട്ട് കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയത്. അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു. അതിനുശേഷമായിരുന്നു അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല തണലൊക്കെ ഉള്ള ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ളൊരു കാട്ടിലൂടെ പോകുന്ന ഒരു എഫക്റ്റാണ് ഈ ഒരു വഴിയിലൂടെ പോയത്. അപ്പോൾ ഇത് നടക്കാനായിട്ട് അത്യാവശ്യം ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഒരു എവിടേക്കാണ് എത്തുന്നതെന്നുള്ളത് നമുക്ക് നേരെ വഴിയെ കാണാം. യാത്രക്കിടയിൽ അവിടെ ബ്ലോക്ക് സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ പുതിയ വഴികൾ തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് രചന മിസ്. ഈ സൈഡാ ആ സൈഡിൽ നിന്ന് കയറാൻ പറ്റും. അങ്ങനെയല്ല മറ്റേ സൈഡിൽ നിന്ന് അങ്ങനെ ദീപ മിസ് കയറുന്ന പോലെ. ശരി ഞാൻ കൊരങ്ങൻ രൂപം മാറി തന്നെയാ. അവിടുന്നാണെങ്കിൽ ഹായ് പറഞ്ഞോ. അതാ താഴെ നിൽക്കണ ഒരു ഹായ് പറ. ഹായ് ഹലോ. കിട്ടായിരുന്നു ദീപേ. ഈ കയറി അത്രയും നീ കയറലെന്ന് ഞാൻ കൊണ്ടു പിടിക്കുമോ. അപ്പോൾ ഇത് ശരിക്കും ഒരു കാട് പ്രദേശമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ നടന്നപ്പോൾ വീലൊന്നും അധികം ഫീൽ ചെയ്തില്ല. മരത്തിൻ്റെ തണലുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നടക്കാൻ നല്ല ദൂരമുള്ളതുകൊണ്ട് കുറച്ച് കിതപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നന്നായി ആസ്വദിച്ചിട്ടാണ് എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ് കൊറേ അങ്ങ് മല കയറി. എവിടുന്ന് കയറിയെന്നൊരു വൃത്തിയില്ല. ഇപ്പൊ അങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അല്ല ഇപ്പൊ അത്യാവശ്യം കഥക്കുണ്ട്. അങ്ങ് ദൂരെയൊരു കുന്നുണ്ടോ, അതിന്റെ അറ്റത്ത് കിട്ടണം. അവിടെ വരത്തുകയെന്നറിയില്ല, നോക്കി നോക്കാം. കുറച്ച് നേരത്തെ കണ്ട വീഡിയോയിലുള്ള എല്ലാ ടീച്ചേഴ്സും അവിടെ വരെയാണ് നടന്നെത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ആരും തുടർന്ന് നടക്കാനായിട്ട് തയ്യാറായില്ല. കാരണം അത്യാവശ്യം നല്ല ടോപ്പിലോട്ട് നടന്ന് എത്താനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മുബീന മിസ്സാണ് ബാക്കിയുള്ള സ്പോട്ടുകളിലൊക്കെ വീണ്ടും കയറി തുടങ്ങിയത്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അവനൊക്കെ കേറി മിസ്സൈൽ കൂടെ സുഖമായിട്ട് കേറിയല്ല. ഏതിലേ കേറി? കയ്യിലുള്ള സാധനങ്ങളായിരുന്നു.
അയ്യോ, അപ്പൊ ഞങ്ങൾ സക്സസ്ഫുള്ളി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇതുപോലെ തിരിച്ചിറങ്ങണം. അതും വലിയൊരു ടാസ്കാണ്. കാണിച്ചോ യൂട്യൂബിലേരോടാ യൂട്യൂബേഴ്സോ ഞാനാണ് വീഡിയോ എടുത്തത്. അതെ പൊളിച്ച്. ഞാൻ അടുത്ത കൊല്ലം വരും വീഡിയോ. ഞങ്ങളുടെ പിന്നാലെ 2 ടീച്ചേഴ്സും കൂടി എത്തിയിട്ടുണ്ട് ഗൈസ്. അടുത്ത ടീച്ചർ ഹായ് പറയൂ. മീനു ടീച്ചർ ഹായ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ടീച്ചേഴ്സും പല ഏജിലും ഉള്ള ടീച്ചേഴ്സാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തോന്നിക്കില്ല. അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും വൈബായിരുന്നു എല്ലാവർക്കും. 50 വയസ്സിന് മുകളിലുള്ള ടീച്ചേഴ്സ് വരെയുണ്ട്. പക്ഷെ അവരുടെ ഒരു എനർജി ഒരു രക്ഷയുണ്ടായിരുന്നു. You can do it. ധൈര്യം കൂടിയ നമ്മളെ ഫാത്തിമ ഒഴുകി 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 എത്തുകയാണ് ഗായ്സ്. ഭയങ്കര ധൈര്യവതിയായിട്ടാ ക്യാമറ അറിഞ്ഞല്ലേ ധൈര്യവതിയായി. അപ്പോൾ ഇത്ര നേരം ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇടുക്കിയിലെ രാമക്കൽമേട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടുത്തെ കുന്നും മലയൊക്കെ താണ്ടിയിട്ടാണ് ഇപ്പോൾ തിരിച്ച് അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വേറൊരു സ്പോട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കുറുവനും കുറുവത്തിയാണ്. അപ്പം ഞങ്ങളെല്ലാ KG ടീച്ചേഴ്സും കൂടി കുറുവനും കുറുവത്തിനെയും കാണാൻ വേണ്ടിയിട്ട് ധൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുറുവനെയും കുറുവത്തിനെയും കാണാം കേട്ടോ. അതെ, ആ കാണുന്നതാണ് കുറുവനും കുറുവത്തിയും. അപ്പോൾ അവിടെ നിന്നിട്ട് നല്ല കിടിലം പിക്കൊക്കെ എടുത്തു. ആ ഒരു ഏരിയയിൽ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മലമുഴക്കി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലോട്ട് പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ ടോപ്പിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു ഇടുക്കിയുടെ ആ ഒരു രാമക്കൽമേട് മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ മുന്നു പോയ സ്പോട്ടും അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാണാനായിട്ട് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണുമ്പോഴാണ് ഇത്ര അധികം ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നോ എന്ന് തന്നെ സംശയിച്ചു പോകുന്നത്. അപ്പോൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും ഉപ്പിലിട്ടത് കിട്ടാതിരിക്കില്ല. അപ്പോൾ ഇവിടെയും ഈ ഒരു താഴെയായിട്ട് കുറേ ഉപ്പിലിട്ട സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് അതൊക്കെ വാങ്ങിയിട്ടാണ് മുകളിലോട്ട് വന്നത്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഒരു ആശങ്കയുണ്ടായിരുന്നു. സ്പോട്ടൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കുറേ പേര് വരും, കുറേ പേര് വരില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അറ്റ് ലാസ്റ്റ് എല്ലാവരും കൂടി പോയപ്പോൾ 1 മിനിറ്റ് പോലും ഞങ്ങൾ ആസ്വദിക്കാത്തതായിട്ടുണ്ടായിരുന്നില്ല. എല്ലാതും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അത്രയും സൂപ്പർ പ്ലേസിങ് സ്പോട്ടായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട് വരുന്നത്, പൂൾ പാർട്ടി. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പൂൾ വരുന്നത്. അപ്പോൾ ഇവിടെയും എല്ലാവരും ഒരു ½ ആൻ അവർ മുങ്ങിക്കുളിച്ച് ആടി തിമിർത്തിട്ടാണ് പോയത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വ്യൂ പോയിന്റും കൂടി കണ്ടിരുന്നു. അത് ഇട്ടായതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഗൈസ്. തിരിച്ചു പോകുമ്പോൾ ആരും തളർന്നൊന്നുമില്ല. എല്ലാവരും ഫുൾ വൈബായിട്ട് അവിടെ എത്തുന്നവരെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഇടുക്കിയിലോട്ടായിരുന്നു ടൂർ പോയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽബാബ് സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞ CBC സ്കൂളിലെ ടീച്ചേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വീഡിയോസും ഈ സ്പോട്ടും ഒന്നും ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ ബൈ.